between 35 to 45 age, women looks older. Why it should be? Definitely. Suppose you think of a plant. One seed you are putting in the soil. It will grow. It will be fruitful. Later part it is dying. Like that, people also, small baby, young girl. Once upon a time you were a small baby. Then young girl. Then teenage girl. Now you are going to be a very young girl. Now the next step you are going to come, young woman. Then like that, 35 years to 40 years, and we are talking the same thing, how we can maintain the texture of the skin and the well-being of our body, mind, that we are talking. ഇപ്പൊ മനസ്സിലായോ? എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ചോദിച്ചത് എന്തുകൊണ്ടാണ് 35 വയസ്സിന് 45 വയസ്സിന് ഇടയ്ക്ക് എല്ലാം തൊക്കെല്ലാം ഇങ്ങനെ ചുളുങ്ങി പോണത്. അതിന് അനദർ തിങ്, ദ ഹോർമോൺ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. Estrogen is very important for the womanhood. That means the lady should be a lady, and naturally estrogen in the body is necessary. That is creating from the ovaries, and the ovary is getting losing the estrogen secretion as the age advancing. By the time the same structure may not be available. That is why we are nowadays the HRT treatment, that means hormone replacement treatment, and other maintenance of the body. Just like a house you see, and your father built a house, and after long time, and your father is doing the whitewashing, painting and all. Like that we have to do the maintenance of our body. Then you are 35 year, 40 year, you can maintain like that. Anyhow, age is a factor. We have to undergo the changes in the nature. ഈ ആർത്തവകാലവുമായി ബന്ധപ്പെട്ടും ഇതുപോലെ വരാറുണ്ടല്ലോ. അതായത് ഇപ്പൊ പീരിയഡ്സിന്റെ സമയത്ത് പ്രത്യേക രീതിയിൽ ശരീരത്തിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ വളരെയധികം ക്ഷീണം നമുക്ക് തോന്നാറുണ്ട്. അതേസമയം അത് അവസാനിക്കാറാവുമ്പോഴും ഇതിനപ്പുറമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടാവാറുണ്ട്. അപ്പൊ ഈ വ്യതിയാനത്തെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ആർത്തവം എന്ന് വെച്ചാൽ എന്താണ് എന്നറിയാം. അപ്പൊ ആർത്തവം എന്ന് വെച്ചാല് ഒരു ആവറേജ് ഒരു 12-13 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികൾക്ക് ആർത്തവം തുടങ്ങും സാധാരണ. അപ്പം അസാധാരണമായിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടും വരാം, അല്ലെങ്കിൽ നേരത്തെ 10 വയസ്സിലും 9 വയസ്സിലും ഒക്കെ ഇപ്പം പിള്ളേർ പ്രായമാവുന്നുണ്ട്. അതെല്ലാം ഇപ്പോഴത്തെ ഈ ഫുഡ് ഹാബിറ്റിന്റെ കുഴപ്പമാണ്. അതായത് ഈ ബ്രോയിലർ ചിക്കനും അതും ഇതൊക്കെ കഴിച്ച് ഈസ്ട്രോജൻ കണ്ടന്റ് ഒക്കെ നേരത്തെ കൂടി വന്നിട്ട് നേരത്തെ മെൻസ്ട്രേഷൻ വരുന്നു. അപ്പൊ ഇതിങ്ങനെ ഒരു മാസത്തിലൊരുക്ക അങ്ങനെ പല വ്യതിയാനങ്ങളിൽ വന്നിട്ട് ആ സ്ത്രീ യൗവനമായി കല്യാണം കഴിച്ച് കുട്ടികളായി ഒരു 35 വയസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസ്ട്രോജന്റെ അഭാവം, ശരീരത്തിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ അഭാവം കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ വ്യതിയാനം വന്ന് ഒരു സ്റ്റേജ് വരുമ്പോഴേക്ക്, അതായത് ഒരു 40 to 45 ഒക്കെ വരുമ്പോഴേക്ക് ഒരു മെനോപോസിന്റെ അടുത്ത് എത്തുവാണ്. ആർത്തവവിരാമം. അതൊരു രോഗമല്ല. ഒരു സ്ത്രീയായി ജനിച്ചു പോയാല് നമ്മൾ അതിനെപ്പറ്റി അത് ഒരു ദിവസം നമുക്കത് ഫേസ് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ലോക നിയമമാണ്, വളരെ സ്വാഭാവികമായി എല്ലാ പേർക്കും ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇങ്ങനെ അതൊരു രോഗമായിട്ട് കണക്കാക്കാതെ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഈ പറഞ്ഞ ഒരു ഏജ് അല്ലാതെ വളരെ നേരത്തെ ആർത്തവവിരാമം വരികയാണെങ്കിൽ അതിനെന്തെങ്കിലും തീർച്ചയായിട്ടും. അതായത് ഈ ജന്മനാളെ തന്നെ ഈ ഓവറി രണ്ടും ഫങ്ഷൻ അല്ലാതിരിക്കും. ചിലപ്പോ ഈ ഓവറി നല്ല ഫോമിൽ അത് ഗ്രോ ചെയ്യത്തില്ല. വളരെ ഈ ഓവറി ഒരു ചെറിയ കുഞ്ഞു മുട്ടയുടെ പോലെയൊക്കെ ഇരിക്കും. അതുപോലെ അല്ലാതെ ഒരു ചെറിയ ഒരു സ്ട്രീക്ക് ആയിട്ടിരിക്കും. അപ്പൊ അതിന് ഹോർമോൺ തരാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്ത്രീ വളരും, നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടാവും, പക്ഷെ മാസക്കുളി വരത്തില്ല. അങ്ങനെ ആ കണ്ടീഷന് ഓവേറിയൻ ഫെയിലുവർ എന്ന് പറയും. അത് വളരെ ചെറുപ്പത്തിലേ വരാം. 25-30 മെൻസസ് ആകാത്ത പിള്ളേരും ഉണ്ടാവും. ഇങ്ങനെ വളരെ അഥവാ മെഡിസിൻ കൊടുത്ത് മെൻസസ് ഉണ്ടാക്കിയാലും
അപൂർവമായി അവർക്ക് മാസമുറ വരാറുള്ളൂ. അതൊരു കൂട്ടരാണ്. പിന്നെ ഈ വേറെ ഗർഭപാത്ര മുഴകളോ വേറെ ഓവറിയിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹിസ്റ്റക്ടമി ചെയ്ത് ഗർഭപാത്രത്തിനെ മാറ്റും. അത് ചെറുപ്പത്തിലും ചിലപ്പോൾ ആകാം. ഈ വളരെ എക്സസീവ് ബ്ലീഡിങ് വേറെ പല കാരണങ്ങളും കൊണ്ട് ഹാർമോണൽ വ്യതിയാനം കൊണ്ട് കൂടുതൽ ഹാർമോൺ വ്യതിയാനം അങ്ങനെയുള്ള ചില കണ്ടീഷനില് ഹിസ്റ്റക്ടമി ചെയ്യും. പിന്നെ ചെറിയ വയസ്സിൽ ചിലർക്ക് ക്യാൻസർ വരാൻ പാടില്ല എന്നില്ല. അങ്ങനെയുള്ള ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാറ്റണം. അപ്പോഴേക്കും നമ്മൾ യൂട്രസ് മാറ്റണം. പിന്നെ ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ തന്നെ വേറെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ കീമോതെറാപ്പി, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അത് കൊടുക്കുമ്പോഴേക്കും സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. പിന്നെ റേഡിയേഷൻ, അത് ഈ ഗർഭപാത്രത്തിൽ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ക്യാൻസർ വന്നു, ബ്രസ്റ്റ് ക്യാൻസറോ വേറെ ലുക്കീമിയോ എന്തെങ്കിലും വന്നാലും റേഡിയേഷനൊക്കെ കൊടുത്തു കീമോതെറാപ്പി ഉണ്ടെങ്കിലും ഇത് വരാം. അല്ലാതെ സിസ്റ്റമിക് ഡിസീസ്, ശരീരത്തിലെ ഏതെങ്കിലും ക്രോണിക് രോഗം, അതായത് ട്യൂബർക്കുലോസിസ് ഒരു ഉദാഹരണമാണ്. ട്യൂബർക്കുലോസിസ് വന്നിട്ടുണ്ട്, ജനറ്റിക് ട്യൂബർക്കുലോസിസ് ആണെങ്കിൽ അവർക്ക് മെൻസസ് ആർത്തവം നിന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിവിയർ അനീമിയ, ശരീരത്തിൽ രക്തമില്ലാത്ത അവസ്ഥ, ആ സമയത്തും ശരീരം ഏറ്റവും ശോഷിച്ച അസ്ഥിവഞ്ചനം പോലെയുള്ള ഒരു സ്ഥിതി വന്നാലും മാസക്കുളി വരാതിരിക്കും. ആർത്തവവിരാമത്തെ പറ്റിയായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, അതേപറ്റി. അപ്പൊ ആർത്തവ വിരാമം എങ്ങനെ ഒരു സ്ത്രീ മനസ്സിലാക്കും? ആർത്തവ വിരാമത്തിന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവരെ ശരീരത്തിലുള്ള ഒരു മാറ്റമാണ് അവർക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആദ്യം ഒരുമാതിരി ഇറിറ്റബിലിറ്റിയാണ്, ഒന്നും ഇഷ്ടപ്പെടില്ല, ഒന്നും ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടില്ല, താല്പര്യമില്ല, ഒന്നും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. മറ്റു സാധാരണ കൊച്ചു വർത്തമാനമൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. മറ്റുള്ളവർ പറയണത് ഇഷ്ടമില്ല, കേൾക്കാൻ ഇഷ്ടമില്ല, ഈവൻ പാട്ട് പോലും ശ്രദ്ധിക്കാൻ ഇഷ്ടമില്ല, സീരിയല് കാണാൻ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരവസ്ഥ തുടങ്ങിയിട്ട് ഈ തലയ്ക്കും ഉച്ചിയില് ഒരുമാതിരി ചൂട് വരിക, ചെവിയിൽ കൂടെ ചൂട് വരിക, മുഖത്തൊരുമാതിരി ചൂട് വരിക. അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂട് വരിക, അതങ്ങ് പോവുക. അതിന് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. അപ്പൊ മുഖമൊക്കെ ചുവക്കുകയും ചെയ്യും. അങ്ങനെ വന്നും പോയി ഇരിക്കും. അതൊന്നാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവർക്ക് ഇമോഷണൽ ആവും. ചെറിയ കാര്യത്തിന് സങ്കടം വരും, അല്ലാത്ത പിന്നെ ദേഷ്യം വരും, ഇതൊക്കെ വരും. പിന്നെ ഭർത്താവിന്റെ സംശയം, ഭർത്താവിന്റെ അടുത്ത് സംശയം, ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തില്ല, കുട്ടികളെ ഇഷ്ടപ്പെടുത്തില്ല, കുട്ടികളെ ഓരോ മൂഡ് സ്വിങ്സ് ഇത് വരും. പിന്നെ ഇങ്ങനെയുള്ള വന്ന് വരുമ്പോഴേക്ക് വീട്ടിലുള്ളവർക്കും സ്വയം ബുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ ഇത് എന്റെ ആർത്തവവിരാമത്തിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ വീട്ടിലുള്ള ബന്ധുക്കൾക്കും മനസ്സിലാകും ഇവർക്കും മാസക്കുളി നിൽക്കാറായോ സുഖേടാണെന്ന് മനസ്സിലാകും. ഇതാണ് ആദ്യം തുടങ്ങണേ. അപ്പൊ ഇത് എങ്ങനെ ആർത്തവ വിരാമം എങ്ങനെ വരുന്നു എന്നുള്ളതെന്ന് വെച്ചാല് ചില ഭാഗ്യമുള്ള സ്ത്രീകൾക്ക് ആർത്തവ വിരാമം പെട്ടെന്ന് അങ്ങ് മാസക്കുളി അങ്ങ് നിൽക്കും. പിന്നെ ഒരു പ്രശ്നവും കാണത്തില്ല. പിന്നെ ഫാർ എവർ ദേ ആർ ഹാപ്പി. ചിലർക്ക് അങ്ങനെയല്ല, ഒരു 2-3 മാസം ആർത്തവം ഇല്ലാതെ ഇരുന്നിട്ട് പിന്നെ വരുന്ന ആർത്തവം ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ആ ബ്ലീഡിങ് അത്രയും കൂടുതലാകുമ്പോൾ അവർ ഡോക്ടറെ കാണണം. ഡോക്ടർ വേണ്ടത് ചെയ്യും, പരിശോധിച്ച്. ഇതിന്റെ കൂടെ ഈ സമയത്താണ് മറ്റെന്തെങ്കിലും ഒളിച്ചിരിക്കുന്നതും കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ശുക്രത്തില് വല്ല മുഴയോ, അണ്ടാശയത്തില് വല്ല മുഴയോ, വേറെ എന്തെങ്കിലും ക്യാൻസറിന്റെ ഇതും കൂടെ ഈ സമയത്ത് കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്ക് ഇതൊരു സന്ദർഭത്തില് മറ്റു ഒളിഞ്ഞു കിടക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതാന്ന് പറഞ്ഞത് ഈ സമയത്ത് നമ്മളൊരു ചെക്കപ്പ് ആവശ്യമാണ്. അങ്ങനെ കണ്ടുപിടിച്ച് അതിന്റെ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് ചില സ്ത്രീകൾ രക്ഷപ്പെടും. ആദ്യം DNC ചെയ്ത് നോക്കും. അപ്പൊ യൂട്രസിൽ പിന്നെ ആ സ്കാൻ ഉണ്ട്, പിന്നെ അതിന്റെ എൻഡോമെട്രിയം ഒക്കെ പഠിച്ചിട്ട് മനസ്സിലാക്കും. ഇല്ല വേണ്ടി വന്നാൽ മെഡിസിൻ കൊടുക്കും. മെഡിസിൻ കൊടുത്തിട്ടില്ല ശരിയായില്ലെങ്കിൽ ലാസ്റ്റ് ലെവല് യൂട്രസിനെ മാറ്റും. പിന്നെ രണ്ടാമത് ചിലർക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യം വരും. 2 പ്രാവശ്യം വന്ന ഒരു 3-4 മാസം അങ്ങനെ വന്നിട്ട് അങ്ങ് നിൽക്കും. ചിലർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇത് രക്തസ്രാവം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വല്ല അസോസിയേറ്റഡ് അസുഖങ്ങളുണ്ടോ എന്ന് നോക്കി ഡോക്ടർ വേണ്ടത് ചെയ്യും. ഇങ്ങനെയാണ് ആർത്തവം നിൽക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർത്തിയാവാണ്. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വിശദമായി ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കാം.